നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒപ്പം പിന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് നുറുക്കിയെടുത്തത്, 4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തത്, ഇത്രയും നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിൽ നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന അത്രയും നേരം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം തക്കാളി ഇവിടെ പാകമായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടി കരിഞ്ഞു പോയിരിക്കാനായിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിന്റെ എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിരുമ്മി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. ആ മസാലയൊക്കെ മുട്ടയുടെ മുകളിലേക്ക് ആക്കിയിട്ട് ഇത് മൂടി വെച്ച് കുറഞ്ഞ തീയിൽ 1 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.